ഇത് പറ്റിക്കാൻ. ആ അതെ, ആളെ പറ്റിക്കോ? അല്ല, പിന്നെ സന്തോഷിന്. എന്നെ പറ്റിക്കാൻ നീ വളർന്നിട്ടില്ല. ആളെ പറ്റിക്കാൻ. വെട്ട് നടക്കട്ടെ, കാര്യം നടക്കട്ടെ. പെട്ടെന്ന് വെട്ടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. വളരെ നന്നായി ഭാര്യയിട്ട് ചട്ടിക്കകത്തോട്ടിട്ട് ഒരു തേപ്പ് തേച്ചാൽ കഴിഞ്ഞു. തേക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ തേക്കുക? ഉപ്പിട്ട് അങ്ങോട്ട് നല്ലപോലെ തേക്കണം. തേച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചെതുമ്പലെല്ലാം പോകും. പിന്നെ വെട്ടിപ്പിറക്കി ഇങ്ങെടുത്താണ്. അല്ലെ തേക്കുക എന്ന് പറഞ്ഞാൽ തേപ്പ് പലതരം ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചു. എങ്ങനെ വേണേലും അതിന് ഇതെടുക്കാം. ഓ, നമ്മൾ പ്രയോഗിക്കുന്ന പോലെ ഈ തേപ്പ്. ഈ കത്രി എവിടെ ആമസോണിൽ നിന്ന് മേടിച്ചാണോ? ഈ കത്രി ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. എൻ്റെ മോൻ മേടിച്ചു തന്നതാണ്. കൊള്ളാലോ. അടിപൊളി പരിപാടി. പക്ഷെ അവിടെ തീരുന്നില്ലല്ലോ. പതുക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഒരു കാര്യം ചെയ്യും, വേറൊരു കത്രിക എടുത്ത് ചേട്ടനങ്ങ് വെട്ട് കുറച്ച്. അത് ശരിയാവും. അതെന്താ? തിന്നാൻ മാത്രമേ അറിയത്തുള്ളൂ. നല്ലപോലെ അറിയാം തിന്നാൻ. അതെനിക്കറിയത്തില്ല, നിനക്കല്ലേ അറിയാം എന്തോ ചെയ്യുന്നതാണ്. ഒന്ന് വരയണമെങ്കിൽ വരയണം, വരണ്ടെങ്കിൽ വരയണ്ട. ഇതെന്തോ ചെയ്യുമ്പോൾ കുറച്ചെടുത്ത് വറക്കും, കുറച്ചെടുത്ത് പറ്റിക്കും. കൊള്ളാമല്ലോ. നടക്കട്ടെ. ഇപ്പോൾ പകുതിയായി. ഇത് വറക്കാൻ, ഇത് പറ്റിക്കുക. ഇതെന്തോ കൂടി നടക്കട്ടെ. ഇത് മീൻ പറ്റിക്കാൻ ഇഞ്ചി, കൊച്ചുള്ളി, പിന്നെ ഇങ്ങനെ കൊച്ചായിട്ട് അരിഞ്ഞാണോ മീൻ പറ്റിക്കുന്നത്? ചതയ്ക്ക് വാങ്ങും, ചതച്ച് എല്ലാം ചതയ്ക്കുന്നത്. ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ കേട്ടോ. ശരിക്ക് ചതയും വഴി നമുക്ക് എന്തോക്കെ ചെയ്യാം. ചതയ്ക്കരുത്. എന്തോ ഇടുന്നേ? മഞ്ഞപ്പൊടി. ഇനി എന്തോ ഇടുന്നേ? എൻ്റെ മേലെ ഇട്ടു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ടു. പക്ഷേ കൂട്ടാൻ കൊള്ളണം, അത്രയും. മുളക് പൊടി. എന്ത് വെളിച്ചെണ്ണ? ഇനി എന്തോ ചെയ്യും? എല്ലാം കൂടെ അങ്ങോട്ട് ഞെരിടാൻ പോകും. നീ എങ്ങനെയൊക്കെ മീൻ പറ്റി? ഇപ്പം കണ്ടിട്ട് കൊതി വരുന്നില്ലേ? അതല്ലേലും കൊതി വരും. അടിപൊളി. വെട്ടീൻ്റെ പകുതി നമ്മൾ മാറ്റി വെച്ചിരുന്ന മീനായത്, പകുതി നമ്മൾ വറക്കാൻ തേച്ച് വെച്ചു, പകുതി നമ്മൾ. അടിപൊളി. നീ ഇത് വിളക്കോ കൈയിട്ട്? എന്താ ഞാൻ കൈയിട്ടിളക്കി കഴിക്കത്തില്ല. ഈ കൈയിട്ടിളക്ക്. ഓഹോ. എല്ലാ വീട്ടിൽ ചെന്നാലും എല്ലാവരും കൈയിട്ടൊക്കെ ഇളക്കിയാ തരുന്നത്. അതിപ്പോൾ കടയിൽ ചെന്നാലും അങ്ങനെ തന്നെ. അതിന് കടയിലാരാ മീൻ പറ്റിച്ചത്? ഏത്? കടയിലുണ്ട് മീൻ പറ്റിച്ചതൊക്കെ ഉണ്ടല്ലോ. ഷാപ്പിൽ പോകുമ്പോൾ രസമാണ്. അപ്പോൾ ഷാപ്പിൽ നിന്ന് പോയി തിന്നാൽ മതി, അവർ കൈയിട്ടല്ലേ ഇളക്കുന്നത്. ഇതിനി വെക്കണ്ടല്ലോ, അടുപ്പത്തങ്ങ് കയറ്റി വെച്ച്. അടിപൊളി. ഇതങ്ങ് അടച്ചു വെക്കത്തേ ഉള്ളൂ. ഇനി അടച്ചു വെച്ചേരേ. ഇതിന് പിന്നെ തുറന്നു വെച്ചേക്കുന്നു. എത്ര നേരം ഉപയോഗിക്കും ഇത്? നീ മാത്രമേ ഉള്ളൂ, വറുത്തതില്ലോടി? നീ വറുത്തൊക്കെ തേച്ച് വെക്കുന്നുണ്ടല്ലോ, അതിനി ആർക്ക് കൊടുക്കാൻ? ഇത്രേ ഉള്ളോ? മോരൊഴിക്ക്. ഒഴിച്ചോ? അതെപ്പോഴായിരുന്നു? തീർത്തു. ചീനി. അത് കൊള്ളാം. ചീനി വിളമ്പിയല്ലോ. ഇനി എന്തിനാ എൻ്റെ പുറത്ത് വിളമ്പുന്നത്? എന്തൊരു സ്നേഹമാ. മീൻ വറുത്തതാവുന്നതേ ഉള്ളൂ.
എന്നാൽ ഞാനുണ്ടോ, എനിക്ക് വിശക്കുന്നു.